എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട്, മകരം 22, ഫെബ്രുവരി 5 2026. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഉതകുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ഉച്ചയ്ക്ക് ശേഷം വളരെ ആശ്വാസപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നേരിടേണ്ടതായി വരും. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. അപകടത്തിനും ഉരസലിനുമൊക്കെ സാധ്യതയുണ്ട്. ആ കലഹങ്ങളൊക്കെ വലിയ വിപത്തുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വാഹനമോടിക്കുന്ന യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ അനിവാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ നിയമപരമായ കേസുകൾ, വഴക്കുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൽ അനുകൂലമായ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുകയും പ്രതീക്ഷകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ധനനഷ്ടത്തിന് സാധ്യതയുള്ള ദിവസമാകയാൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും ഇന്നത്തെ ദിവസം പറ്റിയതായിരിക്കില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷപ്രദമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. പിരിഞ്ഞുപോയ ബന്ധുക്കളോ പങ്കാളിയോ നമ്മളോട് ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ദിവസമായിരിക്കുമെന്ന്, അത്തരത്തിൽ മനസ്സമാധാനം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അകന്നുപോയ സന്താനങ്ങൾ തേടി വരുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പങ്കാളിക്ക് ഏറ്റവും അധികം ഉയർച്ചയും അതുപോലെ ആരോഗ്യ സ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവമൊക്കെ ഉണ്ടാകുന്നത് കണ്ട് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനുകൾ ലഭിക്കുവാനോ അല്ലെങ്കിൽ ഉന്നതമായ പദവി ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടകശനി കാലമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഔദ്യോഗിക രംഗത്ത് വീഴ്ചകൾ വരാതെ ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യസ്ഥിതിയിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നടുവുവേദന, മുട്ടുവേദന തുടങ്ങിയ അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നു. വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. നാളെ എന്ന് നീട്ടിവയ്ക്കുന്നത് അത്ര ഉചിതമായിരിക്കുകയില്ല. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ റിട്ടയർഡ് ലൈഫ് അനുഭവിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. മാതാപിതാക്കൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ചില പ്രവൃത്തികൾ നമ്മൾ അടുത്തു നിന്നുണ്ടാവുകയും സഹകരണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. കാര്യതടസ്സം മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് വൈകുന്നേരത്തോടുകൂടി. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് സ്വന്തം അശ്രദ്ധ മൂലം അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഹെൽമറ്റുകൾ ധരിക്കുവാനും ബെൽറ്റുകൾ ധരിക്കുവാനുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ടതാണ്. അതിവേഗത ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. പുതിയ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും പ്രതികൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എന്നാൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും വിപരീതമായൊരു ദിവസമായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റിനും ഇന്നത്തെ ദിവസം അനുകൂലമല്ല.
അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും അടുത്തിരുന്ന ആളുകൾ വിപരീതമായി പെരുമാറുകയും വഞ്ചന അല്ലെങ്കിൽ സാമ്പത്തികമായ തട്ടിപ്പ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരവരുടെ വസ്തുവകകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക, ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. ബന്ധങ്ങൾ തന്നെ ഉലച്ചിൽ വരുന്ന ചില സന്ദർഭങ്ങൾ തൊഴിലാളികളുമായിട്ടോ സഹപ്രവർത്തകരുമായിട്ടോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാഹചര്യം കാണുന്നു. ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. മോഷണത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ കൃഷിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അതിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാൻ ഉതകുന്നതായ ചില പ്രവൃത്തികൾ സ്വീകരിക്കേണ്ടതായി വന്നേക്കാം. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില ആപത്തുകൾ വന്ന് സംഭവിക്കുന്നത് കൊണ്ട് ധനവും മനസ്സും അല്ലെങ്കിൽ സമയവുമൊക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല. വിവാഹാദി കാര്യങ്ങൾക്ക് സന്താനങ്ങൾക്കോ സ്വയമോ ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ കൊണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കുറച്ച് നാളുകളുണ്ടായിരുന്ന ചില പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുന്നു. ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചില മുറിവ്, ചതവ്, ഒടിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടുവേദന, മുട്ടുവേദനയൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും വൈകുന്നേരത്തോടു കൂടി എല്ലാത്തിനും ഒരു പരിഹാരം ലഭിക്കുന്ന രീതിയിൽ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വളരെ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. എല്ലാവരും സുരക്ഷാ രീതികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പങ്കാളിയിൽ നിന്ന് ഉണ്ടാകുന്ന സഹകരണം മൂലം ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ധനം കിട്ടാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെയോ തങ്ങളുടെയോ തന്നെയോ വിവാഹം നിശ്ചയിക്കുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. പങ്കാളിയുമായി കൂടിച്ചേർന്ന് യാത്രകൾ പുറപ്പെടാനായിട്ട് ഒരുക്കങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദിവസമായിരിക്കുമെന്ന്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. മനക്ലേശം അനുഭവിക്കുന്നവർക്ക്, പങ്കാളിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ സമാധാനമുണ്ടാകുന്ന ദിവസമാണ്. ചില സംശയങ്ങൾ മൂലം ചില കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംശയം ഒരിക്കലും ഒരു ആരോഗ്യകരമായ അവസ്ഥയല്ല. എല്ലാ സംശയങ്ങൾക്കും സംശയ നിവൃത്തി വരുത്തി മുൻപോട്ട് പോവുക. ഗൃഹോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. ചിലപ്പോൾ ചില ഗൃഹോപകരണങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയോ അതിൽ നിന്ന് ചെറിയ അപകടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലച്ചിലുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് ജോലികൾ ചെയ്ത് ക്ഷീണിതരാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അതിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാവുകയും മാനസിക പ്രശ്നങ്ങൾക്ക് ഇടവരികയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. മധ്യസ്ഥതയ്ക്ക് പോകുന്നത് കൊണ്ട് ചില അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കുകയില്ല. ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. പങ്കാളിയുമായി ചില കലഹങ്ങൾ പുരട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പങ്കാളിയുമായി സന്തോഷത്തിലും രമ്യതയിലും പോകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ കലഹം അന്തഃഛിദ്രത്തിലേക്ക് എത്തുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതുപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ചില പ്രൊമോഷനുകളൊക്കെ ലഭിക്കുവാനൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. നിയമപാലകർക്ക്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങളാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്
അപ്രതീക്ഷിതമായ ചില അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അമിതമായ ജോലിഭാരം കൊണ്ട് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുവാനും ആരോഗ്യസ്ഥിതിയെ ബാധിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് മൂലം അശ്രദ്ധ വരാനും അതുപോലെ ഉറക്കക്കുറവ് മൂലം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധക്കുറവ് മൂലം ചില അപകടങ്ങൾ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. എഴുത്തുകാർക്ക് അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ, വേദികൾക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സംഗീത ലോകത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ സംഗീത സംവിധായകന്മാർക്കൊക്കെ ഇന്നത്തെ ദിവസം പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് മനസ്സമാധാനം ഉണ്ടാവുകയും അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാപിതാക്കളിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുമൊക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഏറ്റവും നല്ല ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. എന്നാൽ വൈകുന്നേരത്തോടുകൂടി വിപരീതമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. എപ്പോഴും നിയമപരമായ കാര്യങ്ങൾ നേരിടാൻ ഉള്ള ഒരവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ കാര്യം. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ചില തകർച്ച അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് എന്ന ആശങ്ക ഉണ്ടാകുന്ന ദിവസമാണ്. വില വർധനവ് മൂലം വസ്തുക്കൾ വാങ്ങി കടയിൽ വയ്ക്കാത്തതുകൊണ്ട് കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തത് മൂലം ചില അപാകതകൾ വന്ന് ഭവിക്കുവാനും സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. നിയമപാലകർക്കും അതേപോലെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. മത്സ്യബന്ധന മേഖലയിലും പ്രതികൂലമായ അനുഭവമാണ് ഉണ്ടാവുക. കൃഷി കൈകാര്യം ചെയ്യുന്നവർക്കും നഷ്ടം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും നിയമപരമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി കാണുന്നു. ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യപരമല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നിയമപരമായ ചില നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ നിയമപരമായ ചില നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം. വസ്തുതർക്കം മൂലമോ കലഹം മൂലമോ ചില അത്യാഹിതങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അംഗീകാരങ്ങളും നല്ല അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. എഴുത്തുകാർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. കലാകാരന്മാർക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ചില നഷ്ടങ്ങൾ വരുവാനായിട്ട് സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കടം കൊടുക്കുവാനോ കടം വാങ്ങുവാനോ പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. നിയമപരമായ ചില നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ല ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. കിട്ടുന്ന ധനം പ്രയോജനപ്പെടുത്തുവാനും ഉതകുന്നതായ രീതിയിലുള്ള ആവശ്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. വില കൂടിയ വസ്തുക്കൾ വാങ്ങുവാനോ സമ്മാനങ്ങൾ കൊടുക്കുവാനോ സമ്മാനങ്ങൾ ലഭിക്കുവാനോ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരദേശത്ത് പോകാൻ ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപകട സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്.
അതുപോലെ അമിതമായ ചൂടോ കാലാവസ്ഥയുടെ വ്യതിയാനമോ കൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യത ഇന്നത്തെ ദിവസമുണ്ട്. എഴുത്തുകാർക്ക് അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യസ്ഥിതിയിൽ മാതാപിതാക്കൾക്ക് ചില മാറ്റങ്ങൾ വരികയും മനക്ലേശം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ വിദ്യാർത്ഥികൾക്കും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണെങ്കിൽ കൂടിയും സംശയങ്ങൾക്കുമൊക്കെ വഴിതെളിക്കുന്ന ചില അനുഭവങ്ങൾ ഔദ്യോഗിക രംഗത്തുണ്ടാവാം. IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം കൊണ്ട് ചില മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വ്യതിചലിക്കേണ്ടതായി വരുന്ന ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. നിയമപരമായ ചില കാര്യങ്ങൾ നേരിടാനായിട്ട് സാധ്യത വരുന്നുണ്ട്. അതുകൂടാതെ ബന്ധുജനങ്ങളിൽ ചിലർക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ മൂലം മനക്ലേശവും ധനച്ചെലവിനും സാധ്യതയുണ്ട്. പാർട്ട്ണറുമായി ചേർന്ന് അല്ലെങ്കിൽ പങ്കാളിയുമായി ചേർന്ന് വളരെയധികം ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഉച്ചയ്ക്ക് ശേഷം സാധിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ വരുന്നതാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ആഘാതമേക്കുവാനായിട്ടൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശയാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാമ്പത്തിക ഭദ്രത വന്നു ചേർന്നേക്കാവുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ള ഒരു ശ്രമം വളരെയധികം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പുതിയ വസ്തുക്കൾ വാങ്ങുവാനോ അതിൽ നിന്ന് ആദായം ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. മില്ല് പോലെയുള്ള പൊടി മില്ലുകളൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ചില അപകട സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. അതുകൂടാതെ ആരോഗ്യസ്ഥിതിയിൽ വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെ എത്താൻ സാധ്യതയുണ്ട്. വൈദ്യസഹായം തേടുകയും അതിന് ഉതകുന്നതായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ.